കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമാരായി. ദശവാർഷികാഘോഷത്തിന്റെ 2ാം ദിവസമായ നാളെ 6 മണിക്ക് സാംസ്കാരിക സായാഹ്നത്തിൽ വൈസ് ചെയർമാൻ ശ്രീ വി കുഞ്ഞിക്കണ്ണ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. തുടർന്ന് നൃത്തസന്ധ്യയിൽ തിരുവാതിര, പ്രിയമുള്ള കൈരളി നഗർ നിവാസികളെ, വായനശാല അംഗങ്ങളെ, കൈരളി വായനശാല ഗ്രന്ഥാലയം നമ്മൾ ഈ കൈരളി നഗറിൽ ആരംഭിച്ചിട്ട് 10 വർഷം തികയാണ്. 2013 നവംബർ 14-നാണ് നമ്മൾ ഒരു വാടക കെട്ടിടത്തിൽ ഈ വായനശാല ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മാധവൻ പുറച്ചേരി അവർകളായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നമ്മൾ 2017 ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുകയും അതിനുശേഷം നമുക്ക് ഗ്രന്ഥശാല കൗൺസിലിന്റെ അഫിലിയേഷൻ കിട്ടുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് പുതിയ ഇന്നലെ അറിയിപ്പ് കിട്ടിയതനുസരിച്ച് നമ്മുടെ വായനശാലയുടെ ഗ്രേഡ് D ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ കിട്ടിയ ഗ്രഡേഷൻ, അതായത് കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഇവിടെ ഗ്രഡേഷൻ ടീം വന്നിട്ട് എല്ലാം പരിശോധിച്ചു പോയതായിരുന്നു. അപ്പോൾ നമുക്ക് ഡിയിലേക്ക് നമുക്ക് സ്ഥാനക്കയറ്റം കിട്ടിയതായിട്ട് അതിന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. മറ്റൊരു പ്രസിഡന്റോ സെക്രട്ടറിയോ വിചാരിച്ചാൽ നടക്കുന്നതല്ല ഗ്രന്ഥശാല വായനശാല പ്രവർത്തനം. എല്ലാവരും വേണം, എല്ലാവരും ഇവിടെ വരികയും വേണം, പഠിക്കുകയും വേണം, വായിക്കണം. ഗ്രന്ഥശാലയിലെ ബുക്കുകൾ ഷെൽഫിൽ ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല. നമുക്കിവിടെ ഇപ്പോൾ ഏകദേശം 3000-നടുത്ത് പുസ്തകമുണ്ട്. പക്ഷെ അത് വായന ഷെൽഫിൽ ഇരിക്കുമ്പോഴല്ല അതിൻ്റെ വില. നമ്മൾ എല്ലാവരും വാങ്ങി വായിച്ച് തിരിച്ചു വെക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വില ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഈ 10 വർഷമായിട്ട് ഗ്രന്ഥശാല കൗൺസിലിൽ നിന്ന് അറിയിക്കുന്ന നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് നമ്മൾ എല്ലാവരുടെയും സഹകരണത്തോടെ നല്ല നിലയിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എല്ലാ മാസങ്ങളും പ്രതിമാസ പരിപാടികൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടത്തി വരാറുണ്ട്. എല്ലാവരുടെയും സഹകരണം കൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാല തന്നെയാണിത്. ഇതിന് ഇനിയും ഉത്തരോത്തരം ഇത് ഔന്നത്യത്തിലേക്ക് വരാൻ, അതായത് ഗ്രേഡ് A+ വരെ ഇതിന് ഗ്രേഡിൽ പോകാൻ പറ്റും. A+ കിട്ടുവാൻ മാത്രം അതിനുവേണ്ടി കൂടി നമ്മൾ പ്രയത്നിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരും വായനശാല ഉപയോഗിക്കണം. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് എത്തിയിരിക്കുകയാണ് നമ്മുടെ MLA, ബഹുമാനപ്പെട്ട MLA ഇപ്പോൾ തന്നെ ഇവിടെ എത്തും. ബാക്കി എല്ലാവരും ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. എന്നെ അർപ്പിതമായ ചുമതല എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. EP രവീന്ദ്രൻ അവർകളാണ്. അവർകളെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സായാഹ്നം ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കല്യാശ്ശേരി നിയോജകമണ്ഡല MLA ശ്രീ വിജിൻ അവർകളാണ്. അവർ MLA എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരും, 10 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും എന്നാണ് പറഞ്ഞത്. നമ്മളോട് ആരംഭിക്കാൻ സമ്മതം തന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് നീങ്ങുന്നത്. ശ്രീ ബാലകൃഷ്ണൻ അവർകളെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ P രവീന്ദ്രൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഡോക്ടർ വേലായുധൻ
ഇവിടെ എത്തിച്ചേർന്നിട്ട് അവர்களെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാള് ശ്രീമതി PV സരസ്വതി അമ്മയാണ്. അവരും ഈ പറഞ്ഞ കണക്ക് തന്നെ വരാൻ ലേശം ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ അഭാവത്തിലും അവരെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദശവാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനായ കല്യാശ്ശേരി MLA ശ്രീ M. വിജിൻ അവർകളാണ്. വിജിൻ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റേജിൽ ഉപേക്ഷിതരായിരിക്കുന്ന ശിവകുമാർ സാർ, നമ്മുടെ 80 വയസ്സ് കഴിഞ്ഞ് ആദരവ് ഏറ്റുവാങ്ങുന്ന ശ്രീ P. രവീന്ദ്രൻ, ഡോക്ടർ വേലായുധൻ, മറ്റ് വ്യക്തിഗത രംഗങ്ങളിൽ അനുമോദനം ഏറ്റുവാങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളായ വ്യക്തിത്വങ്ങൾ ഇവിടെ നമ്മുടെ വായനശാലയുടെ പ്രസിഡന്റ് VV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, KNRയുടെ പ്രസിഡന്റ് ഡോക്ടർ ശിവദാസൻ, നമ്മുടെ വായനശാല പ്രവർത്തകർ, വായനശാലയുടെ മെമ്പർമാരെ, പ്രിയമുള്ളവരെ, കൈരളി വായനശാലയുടെ ദശവാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ വായനശാല തുടങ്ങിയതിൽ നിന്ന് എത്രത്തോളം നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മുടെ പ്രവർത്തനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തണം. സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊക്കെ വായനശാല അല്ലെങ്കിൽ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ ആ നാട്ടിന്റെ സാമൂഹ്യ പുരോഗതി എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ആ വായനശാലകളും അതുപോലെ തന്നെ ഗ്രന്ഥശാലകളും ഒക്കെ കൊണ്ട് ഉദ്ദേശിച്ചത്. സ്വാതന്ത്ര്യ സമരഘട്ടത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ, യുവജന സംഘടനകളും കർഷക വായനശാലകളും ഒക്കെ രൂപം കൊടുത്തുകൊണ്ട് ഏതാണ്ട് 1930കളിൽ തന്നെ ഈ വായനശാല ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനെ കൂടുതൽ പ്രോത്സാഹനം കിട്ടിയത് ചടങ്ങിന്റെ അധ്യക്ഷൻ, സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ PP രവീന്ദ്രൻ, ഏതാനും നിമിഷങ്ങളിലും ഇവിടെയൊക്കെ ബഹുമാന്യനായിട്ടുള്ള ഉദ്ഘാടകൻ M. വിജിൻ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇന്ന് ആദരിക്കപ്പെടുന്ന ശ്രീ M. ബാലകൃഷ്ണൻ, P. രവീന്ദ്രൻ, ഡോക്ടർ വേലായുധൻ, ശ്രീമതി PV സരസ്വതി അമ്മ, അതുപോലെ തന്നെ ഇന്ന് വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ കലാകാരന്മാരും അതുപോലെ തന്നെ കായിക പ്രതിഭകളായിട്ടുള്ള സുഹൃത്തുക്കൾ, ശ്രീമതി PV സുജാത, വായനശാല സെക്രട്ടറി ശ്രീ ശശിയേട്ടൻ, പ്രിയമുള്ള വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, നാട്ടുകാർ, കൈരളി വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ 10 വർഷം
പിന്നിടുന്ന ഒരു സന്ദർഭമാണ് വായനശാല 2 ദിവസത്തെ പരിപാടികളിലായി സമുചിതമായി ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ 10 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടമല്ല ദശവാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ കേരളീയ സമൂഹത്തിൽ വായനശാലകളുടെയും ഗ്രന്ഥശാലകളുടെയും പ്രസക്തി. ഇന്നിപ്പോഴും വായനശാല വാർഷികത്തോടനുബന്ധിച്ച് ഈ വായനശാല ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനം അത് കേരളത്തിൻ്റെ ഗ്രന്ഥശാല സംഘം കേരളത്തിൻ്റെ അന്യ ഗ്രന്ഥശാലകളോട് പറയുന്ന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു രൂപമാണ്. അത് അങ്ങ് ഗ്രന്ഥശാലകളോട് ഗ്രന്ഥശാല സംഘം അങ്ങനെ നോക്കുമ്പോൾ കൈരളി വായനശാല ഗ്രന്ഥശാല ഇവിടെ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി നമുക്കറിയാം. ഒരു MLA തിരക്കൊക്കെ ഇനി 4 പരിപാടികൾ പങ്കെടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പല ആളുകളും വിഷമിക്കുമെന്നുള്ളത് കൊണ്ട് MLA ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ആദരിക്കൽ ചടങ്ങ് നടക്കാമെന്നാണ് കരുതുന്നത്. വളരെ സന്തോഷം. ദശവാർഷിക പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനായ നമ്മുടെ കല്യാശ്ശേരി MLA യുവതയുടെ കരുത്തായിട്ടുള്ള ശ്രീ M. വിജയൻ MLA സാദരം ക്ഷണിച്ചോളൂ. വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ ദശവാർഷിക ആഘോഷത്തിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ സുരാസുരയുടെ ചേർന്ന് ഇവിടെ അനുമോദന സദസ്സിൽ ശ്രമിക്കുന്ന ഗ്രന്ഥശാല കമ്മീഷന്റെ താലൂക്ക് സെക്രട്ടറി K. ശിവകുമാഷ്, ശിശീന്ദ്രൻ, 80 വയസ്സ് കഴിഞ്ഞ് നിർവഹിക്കുന്ന ബാലകൃഷ്ണൻ, രവീന്ദ്രൻ, ഡോക്ടർ നരേന്ദ്രൻ, ശ്രീമതി P. സരസ്വതി എന്നിവരുൾപ്പെടെ ഏറെ സ്നേഹിതരായ വായനശാലയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പഴയങ്ങാടി ഭീകരമായിട്ടുള്ള പോക്കാണ്. താവം പാലത്തിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത വിധത്തിൽ ബ്ലോക്കപ്പെട്ടു. അതാണ് കുറച്ച് സമയം കഴിഞ്ഞത്. ഇവിടെ നേരെ 6:30 പറഞ്ഞ് പാമ്പുഴയിലേക്കാണ് പോകേണ്ടത്. അത് കഴിഞ്ഞ് 7:30 പറഞ്ഞ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്കാണ് പോകേണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും അതായത് കറക്റ്റ് 8:30 മണിക്ക് നമ്മുടെ തെക്കുംപാട് ഒരു ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എത്രയോ കാര്യങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അമ്പലത്തിലേക്ക് കാഴ്ചയൊക്കെ വരുമ്പോൾ മുസ്ലിം കുടുംബം ഇവിടെ പലരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മുസ്ലിം കുടുംബത്തിന് മൊത്തത്തിലുള്ളത് ഈ കാഴ്ചയിൽ ഉൾപ്പെടെ സ്വീകരിക്കുന്നത് വലിയ ചടങ്ങ് ഉൾപ്പെടെ അതിലും കൃത്യമായിട്ടത് പങ്കെടുക്കുന്നതല്ല. അത് ഈ സമയത്തുള്ള ഈ 3 പരിപാടി വേണ്ടിപ്പിടിക്കണം. അതുകൊണ്ടാണ് മനുഷ്യ നിർത്തി വിട്ടുമെന്ന് സംസാരിക്കാൻ അങ്ങനെ പറഞ്ഞത്. രണ്ടും 1-2 പരിപാടികളുണ്ട്. കുറച്ച് വൈകാതെ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ബുദ്ധിമുട്ടായി പറയാത്തത്. ഇവിടെ കൈരളി വായനശാല ഗ്രന്ഥാലയം 10 വർഷങ്ങൾ പൂർത്തീകരിക്കുക. വായനശാല
കൈരളി നഗറിൽ കൈരളി വായനശാല ഓരോ നാട്ടിലും ഓരോ ശൈലിയാണ്. ആയി എന്ന് പറയുന്നുണ്ട്, ഹൗഹാറി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടുകാരെന്താണ് പരസ്പരം അഭിസംബോധന ചെയ്യുന്നത്? അപ്പോൾ ഒരാൾ മറ്റൊരാളോട് പറയുന്നത് എത്ര നാളായി കണ്ടിട്ടുള്ളത്, എത്ര നാളായി നിങ്ങൾ കണ്ടിട്ടുള്ളത്? തിരിച്ചുള്ള മറുപടിയും ശരിയാണ്, കുറെ നാളായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രണ്ടും എൻ്റെ നാട്ടിലെ വീടുകളായതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവർ തമ്മിലെ വീടിന്റെ വ്യത്യാസം. 6 വീട് വ്യത്യാസത്തിലിരിക്കുന്ന ആളുകൾ ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന് പങ്കുവെക്കുകയാണ് എത്ര കാലമായി കണ്ടിട്ടിരിക്കുന്ന. നമ്മുടെ നാട് ആ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം എങ്ങനെയെല്ലാം എന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകാം എന്ന ശ്രദ്ധാപൂർവമായിട്ടുള്ള ഇടപെടലുകളാണ് ഓരോ മനുഷ്യനും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ വീടിന്റെ പണി നടക്കുമ്പോൾ വീടിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്തു എടുക്കുന്ന ഒരു പണി എന്ന് പറയുന്ന മതിലിന്റെ പണിയാണ്. ആദ്യം മതിൽ കെട്ടി പൊന്തിക്കും, പിന്നീട് വീട് കെട്ടും. വീട് കെട്ടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഗേറ്റ് വെക്കും. ആ ഗേറ്റിന് പുറത്തൊരു നല്ലൊരു ബോർഡ് വെക്കും. ആ ബോർഡ് എന്ന് പറയുന്നത് എന്താ? പട്ടി കൊണ്ട് സൂക്ഷിക്കുക. അകത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് നന്നായി പണി കിട്ടും, അതുകൊണ്ട് അകത്തേക്ക് വരാൻ ശ്രമിക്കുകയേ വേണ്ട. നമ്മുടെ ലോകം എന്ന് പറയുന്നത് അതിലേക്ക് മാറ്റുകയാണ്. ഒരു കവി തന്റെ കവിതകൾ എഴുതിയിട്ടുണ്ട്, മാർക്കറ്റിൽ ചെല്ലണം, റൊട്ടിയും മുട്ടയും തേങ്ങയും വാങ്ങണം, വീടത്തെ ലോകത്തെ പുറത്തിട്ട് അടക്കണം. എനിക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എന്റെ വീടിനകത്തെത്തിയാൽ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് എന്റെ വീടിനകത്തെത്തിയാൽ, എന്റെ വീടിന്റെ വാതിൽ കൊട്ടി അടച്ചാൽ, എന്റെ വീടിന് പുറത്ത് നടക്കുന്ന ഒന്നും തന്നെ എനിക്ക് അറിയേണ്ടതില്ല എന്ന് നാം ചിന്തിക്കുന്ന ഒരു പുതിയ കാലം പ്രിയപ്പെട്ടവരെ നാം അറിയാതെ നമ്മളിലേക്ക് പല തെറ്റായ രീതികളും കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം അറിയാതെ ജാതി ചിന്തകളെ, മതചിന്തകളെ അടിച്ചേൽപ്പിക്കാനുള്ള വലിയ ഏറ്റവും സജീവമായിട്ട് മുന്നോട്ട് വരട്ടെ. അതോടൊപ്പം തന്നെ വായനശാലകളും നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനവുമല്ല നമ്മുടെ നാടിൻ പുറത്ത് വളരെ സജീവമായി വരേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷുടെ 4 വരി നമ്മുടെ എല്ലാ മനസ്സിലുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. വളയാതിരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവർ നേരിന്റെ വഴിയിലേക്ക് കടന്നു പോകാൻ, പുതിയ തലമുറ ശരിയായ വഴിയിലേക്ക് കടന്നു പോകാൻ നമുക്ക് അവരെ വളയാതിരിക്കാനുള്ള ഒരു നിലയിൽ എത്തിക്കണം. അതിനുവേണ്ടി നമ്മുടെ വായനശാലകൾ, ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ വളരെ സജീവമായി ഇടപെടുന്നുണ്ട്. വായനയുടെ ലോകത്തേക്ക് കൂടി അവരെ കൊണ്ടുവരാനും സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ ഭാഗമാക്കാനും നമുക്ക് സാധിക്കണം. 10 വർഷം പിന്നിടുന്ന കൈരളി വായനശാല ഗ്രന്ഥാലയം ആ ഉത്തരവാദിത്വം ഈ നാടിന് പുറത്ത് വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ്. ഇനിയും ഏറ്റവും സജീവമായി മുന്നോട്ട് പോകാൻ കൈരളി വായനശാല ഗ്രന്ഥാലയത്തിന് സാധിക്കട്ടെ. ഇനിയുള്ള വാർഷികാഘോഷ പരിപാടികൾ ഈ നാടിന്റെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് കൈരളി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ദശവാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, അതായത് ഇനി പ്രസംഗിച്ചാല് പ്രസംഗം യുദ്ധസമാനം. ഒരു മഹാൻ 3 മണിക്കൂർ യുദ്ധത്തിനെതിരായി പ്രസംഗിച്ചു. ആ പ്രസംഗം 4-ാം മണിക്കൂറിലേക്ക് കടന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരെല്ലാം പറഞ്ഞു ഇതിലും ഭേദം യുദ്ധമായിരുന്നു, വെടികൊണ്ട് മരിക്കാനാണ്. അതുകൊണ്ട് പ്രസംഗത്തിന് ചില ബുദ്ധിമുട്ടുകൾ അത്തരത്തിലുണ്ട് എന്നിടത്ത് ഞാൻ ദീർഘമായ മറ്റു വർത്തമാനങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ ഈ ചടങ്ങിൽ എല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്റെ വളരെ ചുരുങ്ങിയ വർത്തമാനം അവസാനിപ്പിക്കുന്നു. അഭിപ്രായം ആദരവ് കൂടി MLA നിർവഹിക്കും. അതിനായി MLAയോടും അതുപോലെ തന്നെ ആദരവ് ഏറ്റുവാങ്ങാൻ ശ്രീ P. രവീന്ദ്രൻ, അതുപോലെ ഡോക്ടർ വേലായുധൻ സാർ ഇവരെ ക്ഷണിക്കുക. ആദ്യമായി P. രവീന്ദ്രൻ. അടുത്തത് ഡോക്ടർ വേലായുധൻ സാർ. മറ്റേ 2 പേര് ആവശ്യതയുള്ളതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രീ M. ബാലകൃഷ്ണനും അതുപോലെ ശ്രീമതി VV സരസ്വതി അമ്മയും. അവരെ വീട്ടിൽ ചെന്ന് നമ്മൾ ആദരിക്കുന്നതായിരിക്കും. വായനശാല പ്രവർത്തകർ തന്നെ. ASROയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ച കുമാരി M. അശ്വതി
പുത്തൂർ. അടുത്തായി പഞ്ചായത്ത് നേതൃതല സർഗോത്സവ പരിപാടിയിൽ കഥാപാത്ര നിരൂപണത്തിന് 2ാം സ്ഥാനം നേടിയ കുമാരി നേദ്യ. ചെറുതാഴം പഞ്ചായത്ത് കേരളോത്സവത്തിൽ ബാഡ്മിന്റണിൽ 1ാം സ്ഥാനം നേടിയ ശ്രീ കെ നിരൂപ്. മാടായി ഉപജില്ലാ കലോത്സവത്തിൽ മോണ ആക്ടിൽ എ ഗ്രേഡ് നേടിയ കുമാരി പി കീർത്ത. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും, അതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനിക്കറിയില്ലായിരുന്നു, ഞാൻ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു അനുമോദനം ഉണ്ടെന്ന് അറിഞ്ഞത്. ഈ കൈരളി വായനശാലയുടെ ദശവാർഷിക ആഘോഷം, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം കിട്ടിയതിന്, ഇങ്ങനൊരു അനുമോദനം കിട്ടിയതിന്. ഞാൻ എല്ലാവർക്കും ഇതിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതുപോലെ നമ്മൾ നാട്ടുമ്പുറത്ത് ജനിച്ച് വളർന്ന് സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിച്ചിട്ട് എന്താ പറയുക, ഒരുപാട് ഉയരങ്ങൾ സ്വപ്നം കാണുന്ന കുട്ടികൾക്ക്, നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് എന്നെ പോലെയുള്ളവരുടെ ഇതുപോലത്തെ നേട്ടങ്ങൾ ഒരു പ്രചോദനമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞു മക്കളോടാണ്. എല്ലാവരും, നമ്മുടെ സമൂഹം പല കാര്യങ്ങളും പറയും, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇതുണ്ടാവും. പക്ഷെ ആര് പറയുന്നതും നമ്മൾ ശരിയും തെറ്റും മനസ്സിലാക്കണം. അവർ പറയുന്നത് കേൾക്കണ്ടെന്നല്ല, പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വേറെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനമായിരിക്കണം നമുക്ക് മുൻഗണന. ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കരിയർ, നമ്മുടെ ജോലി, അതൊന്നും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വേറെ ഒന്നിലേക്കും പോകാൻ പാടില്ല. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം ഞാൻ ചെയ്തതൊരു വലിയൊരു സംഭവമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ എൻ്റെ നാട്ടിലെ കുഞ്ഞു മക്കൾക്ക് ഇതുകൊണ്ട് ഒരു പ്രചോദനമാവുമെങ്കിൽ അത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ നന്ദി പറയുന്നു. ആൻഡ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുന്നു നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക്. താങ്ക് യു.